പ്രശാന്തസുന്ദരമായ കടൽക്കാറ്റുമേറ്റ് ദീപത്തറയിൽ കുടികൊള്ളുന്നതും മനംനൊന്തു വിളിക്കുന്ന ഭക്തന് ആശ്വാസമേകി അവൻ്റെ അഭീഷ്ടങ്ങൾ സാധിപ്പിച്ചു നൽകുന്നതുമായ ഒരു ദേവീക്ഷേത്രം. എന്നാൽ ഇവിടെ ശ്രീകോവിലോ ബ്രാഹ്മണ പൂജയോ ഇല്ല. അങ്ങനെയൊരു ക്ഷേത്രം, അതാണ് സാക്ഷാൽ പരാശക്തി പൂർണ്ണ ചൈതന്യത്തോടുകൂടി കുടിയിരിക്കുന്ന വാമൽ ഭഗവതി ക്ഷേത്രം. എന്താണ് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്ന് നമുക്ക് നോക്കാം. പണ്ട് ചിറക്കൽ തമ്പുരാൻ നാടുവാഴുന്ന കാലം, അന്ന് വയനാട് വള്ളിയൂർക്കാവിൽ നിന്നും അമ്മയും 3 പെൺമക്കളും ഒരു ഉരുവിൽ കയറി പെരിങ്ങത്തൂർ പുഴ വഴി വന്നു. അമ്മയും മക്കളും പുഴ കടന്ന് തിരുവങ്ങാട്ടച്ഛൻ്റെ അരികിലെത്തി. എനിക്കിരിക്കാൻ പീഠവും ഭുജിക്കാൻ അമൃതും വേണമെന്ന് അമ്മ ഉര ചെയ്തു. ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് കഴിയുന്ന തിരുവങ്ങാട്ടച്ഛൻ, മദ്യമെന്നത് എനിക്ക് വർജ്യമാണമ്മേ. എൻ്റെ ദേവനരികിൽ അമ്മയ്ക്ക് പീഠം തരാം, പക്ഷേ മദ്യം തരാൻ ആവില്ല എന്ന് പറഞ്ഞു. കൂടാതെ ഇവിടെ നിന്ന് ഈ പുഴ നേരെ ചെന്നാൽ കടലും പുഴയും സംഗമിക്കുന്ന സ്ഥലത്ത് കോടവള്ളി നിറഞ്ഞിരിക്കുന്ന ഒരു ഇടം കാണാം. അവിടെ അമ്മയെയും കാത്ത് ഒരുവൻ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇന്നും കിഴക്ക് ഭാഗത്ത് ചിറക്ക് സമീപം ആൽമരച്ചുവട്ടിൽ അമ്മ ഇരുന്നിടത്ത് ദീപം തെളിയിക്കുന്നുണ്ട് തിരുവങ്ങാട്ടമ്പലത്തിൽ. അങ്ങനെ അവിടെ നിന്ന് മക്കളിൽ ഒരുവൾ തെരണ്ടി രൂപമെടുത്ത് അതിൻ മുകളിൽ കയറി അമ്മയും മറ്റ് 2 മക്കളും കോടവള്ളിയാൽ ചുറ്റപ്പെട്ട സ്ഥലത്ത് എത്തുകയും അമ്മ ഒരു നായർ സ്ത്രീയുടെ രൂപമെടുത്ത് അവിടെ ഇറങ്ങി. അവിടെ കണ്ട ഒരു ഏറ്റുകാരനോട് ദാഹജലത്തിന് ചോദിച്ചപ്പോൾ അവൻ തൻ്റെ കൈവശം ഏറ്റിയ കള്ളു മാത്രമേ ഉള്ളൂ എന്ന് മറുപടി നൽകി. ഞാൻ ചിന്തിച്ചത് നീ മനസ്സിൽ കണ്ടു എന്ന് പറഞ്ഞ് അമ്മ കടവ് കടന്ന് ഒരു കല്ലിലിരുന്നു. കള്ളു വാങ്ങി കുടിച്ചു. ശേഷം തൻ്റെ ശൂലം വലിച്ചെറിഞ്ഞുകൊണ്ട് ഏറ്റുകാരനോട് ഇപ്രകാരം പറഞ്ഞു: എൻ്റെ ശൂലം വീണിടത്ത് എനിക്ക് ഇരിപ്പിടം വേണം. ശേഷം ദേവി അപ്രത്യക്ഷയായി. ദേവി വന്നിരുന്ന ആ സ്ഥാനമാണ് ദേവിയുടെ ആരൂഢസ്ഥാനമായ വാമൽ ക്ഷേത്രം. ഈ വിവരങ്ങൾ എല്ലാം അറിഞ്ഞ ചിറക്കൽ തമ്പുരാൻ രാശി നോക്കി തലശ്ശേരിയിലെ പേരും പെരുമയും കേട്ട ക്ഷേത്രങ്ങളിലൊന്നായ ചിറക്കക്കാവ് നിർമ്മിച്ചു ദേവിയെ പ്രതിഷ്ഠിച്ചു. തിരണ്ടി രൂപം പൂണ്ട മകൾ അമ്മ ഇരുന്ന വാമലിലെ കല്ലിനരികിലെ അഴിമുഖത്ത് അമരുകയും അവിടെ അഗാധമായ ഒരു കുഴി ഉണ്ടാവുകയും ചെയ്തു. ആ സ്ഥാനത്തെ ഇപ്പോഴും തിരണ്ടിക്കുളം എന്ന് പറയുന്നു. ഒരിക്കൽ ഈ തിരണ്ടിയെ ഒരു മുക്കുവന് കിട്ടുകയും അസാമാന്യ വലിപ്പം കണ്ട മുക്കുവൻ തിരണ്ടിയെ ചിറക്കൽ തമ്പുരാനെ കാഴ്ചവെച്ചു. തമ്പുരാൻ മുക്കുവനോട് അതിനെ അവിടെ വെച്ച് തന്നെ മുറിക്കുവാൻ പറഞ്ഞു. മുറിഞ്ഞു വീണ കഷ്ണങ്ങൾ മുഴുവൻ രക്തങ്ങളായി പതഞ്ഞു പൊങ്ങി. അത് ഒരു ഭഗവതി രൂപമായി പരിണമിച്ചു. രക്തം പതഞ്ഞു പൊങ്ങി ഉണ്ടായതുകൊണ്ട് രൗദ്രരൂപിയായ രക്തേശ്വരി എന്ന് പേർ വിളിച്ചു ദേവിയെ. രണ്ടാമത്തെ മകൾ സർവ്വരോഗങ്ങളും വെന്തു വെണ്ണീരാക്കുവാൻ തീപ്പന്തവുമായി വരുന്ന സാക്ഷാൽ പുതിയ ഭഗവതി. വാർദ്ധക്യം ബാധിച്ച അമ്മയെ സഹായിക്കുവാനും ഭക്തർക്ക് നന്മ വരുത്തുവാനും പൊന്മകളായി ഇളയവൾ എന്നും അമ്മയോടൊപ്പം നിൽക്കുന്നു. തലശ്ശേരി കണ്ണൂർ ദേശീയപാതയിൽ കൊടുവള്ളി റെയിൽവേ ഗേറ്റിന് സമീപത്തായാണ് ഈ 2 ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നത്. വാമലിൽ ദേവിക്ക് ക്ഷേത്രമോ ശ്രീകോവിലോ ഇല്ല. ദേവി ഇരുന്ന സ്ഥാനത്ത് ദീപത്തറയാണുള്ളത്. ഇവിടെ പ്രധാന വഴിപാട് ദേവിയുടെ ഇളവെള്ളാട്ടമാണ്. ചിറക്കക്കാവിൽ ഉച്ചപൂജ കഴിഞ്ഞ് മാത്രമാണ് വാമലിൽ ഇളവെള്ളാട്ടം ഇറങ്ങുന്നത്. ഉച്ചപൂജ കഴിഞ്ഞ് നടയടയ്ക്കുന്നതുവരെ ദേവി ചിറക്കക്കാവിലും, അതുകഴിഞ്ഞ്
വാമലിലെത്തി കളിച്ചുല്ലസിച്ച് ഭക്തർക്ക് അനുഗ്രഹമേകി തിരിച്ച് ചിറക്കക്കാവിലേക്ക് പോകുന്നുവെന്നാണ് വിശ്വാസം. ഇവിടെ ദേവിയോട് ഉണർത്തിക്കുന്ന ഏതൊരു കാര്യവും ഭക്തന് സാധിച്ചു നൽകുന്നു എന്നത് അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് ഏറ്റവും വലിയ തെളിവാണ് ദേവിക്ക് ഇവിടെ നടത്തുന്ന ഇളവെള്ളാട്ടത്തിന് എത്രയോ വർഷത്തേക്കുള്ള ബുക്കിംഗ് ഇപ്പോഴേ ആയിരിക്കുന്നു എന്നത്. അനുദിനം ചൈതന്യം വർദ്ധിച്ചു വരുന്ന ദേവീ സങ്കല്പമാണ് വാമലിലും ചിറക്കക്കാവിലും കുടിയിരിക്കുന്നത്. 300 സ്ഥാനികരാണ് ഇവിടെ ദേവിയുടെ കോലം ധരിക്കുന്നത്. വെള്ളാട്ടം കൂടാതെ ഇവിടെ ദേവിക്ക് നടത്തുന്ന മറ്റു വഴിപാടുകൾ കലശം, പട്ടൊപ്പിക്കൽ, വിളക്കൊപ്പിക്കൽ, ദേവിക്ക് മുല്ലമാല ചാർത്തൽ, തേങ്ങമുട്ട് മുതലായവയാണ്. അഭീഷ്ടവരദായിനിയായ ദേവിയുടെ ഈ സങ്കേതത്തെക്കുറിച്ച് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുവാൻ കഴിഞ്ഞതിൽ ഈയുള്ള ഞാനും കൃതാർത്ഥനാണ്.
നീരാടി മാതാവ് സമുദ്രത്തിന് ശേഷം വന്നു തൊട്ട് ഇതുവരെ കൊണ്ട് കൂട്ടിയിരിക്കുന്ന മൃതകലിച്ചം ഇത് കർഷക്കാരന്റെ വലം കറി കൊണ്ട് മാതാവ് പഞ്ചമിതിയുടെ വകവുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുവാനും മറക്കരുത്. ഇടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ലഭിക്കുവാനായി ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം.